മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്നാണ് സൂചന. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഷാഫി പറമ്പിലിന്റെ താല്പര്യം. ഷാഫിയുടെ അഭിപ്രായത്തിന് കോൺഗ്രസ് വഴങ്ങുമെന്ന സൂചനയുണ്ട്. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിന് ഒപ്പം KS തുളസി, K ഷീബ എന്നിവരാണ് കൂടുതൽ പരിഗണനയിലുള്ളത്. ഇത്തരത്തിലേക്ക് പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പുമായ ചർച്ചകളിലേക്ക് UDF കേന്ദ്രങ്ങൾ കടക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമാണ്. ഒപ്പം ചേലക്കരയിലും വരുന്നു. ഇതിനിടയിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയ അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. S വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, പാലക്കാട് നിലനിർത്തണം, അത് അഭിമാന പ്രശ്നമാണ്. ചേലക്കര എന്നത് ഒരു കോൺഗ്രസിന് ഒരു ബാലികേറാമലയാണ്. അവിടെ CPM-ന്റെ ഇടതുപക്ഷത്തിന് വളരെ ശക്തിയുള്ള ഇടമാണ്. സ്വാഭാവികമായും ഈ രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന അതിനൊപ്പം തന്നെയാവും ഒരുപക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനും സാധ്യത. അപ്പോൾ പ്രിയങ്കയുടെ ഒരു പ്രഭാവം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാവുമെങ്കിൽ അതിലൂടെ വിജയിച്ചു കയറാം. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടോ? സജിത്ത്, പ്രധാനമായും നമുക്കറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. BJPക്കും കോൺഗ്രസിനും സ്വാധീനമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഷാഫി പറമ്പിൽ വലിയ പോരാട്ടം നടത്തിയാണ് ജയിച്ചത്. കാരണം കോൺഗ്രസും BJPയും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ കോൺഗ്രസിൻ്റെ സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അത് ഷാഫി വിഭാഗം തന്നെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഷാഫി കഴിഞ്ഞ കാലങ്ങളിലും ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇവിടുന്ന് മാറുകയാണെങ്കിൽ പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണം, വിജയിപ്പിച്ചെടുക്കാൻ കഴിയും, അതിൻ്റെ എല്ലാ തന്ത്രങ്ങളും തനിക്ക് അറിയാം എന്നതുൾപ്പെടെയുള്ള കാര്യം നേതൃത്വത്തിൽ ഷാഫി അറിയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റാര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയുള്ളൂ. മറ്റൊന്ന് VT ബൽറാമാണ്. VT ബൽറാമിനെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എന്തായാലും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ AKG വിരുദ്ധ പരാമർശം ഉൾപ്പെടെ നടത്തിയതുകൊണ്ട് തന്നെ CPM-ൽ നിന്ന് വലിയൊരു വോട്ട് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് അത് തിരിച്ചടിയാവും VT ബൽറാം വന്നാൽ എന്നുള്ളതാണ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാഫിയെ പിന്തുണയ്ക്കുന്ന വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ VT ബൽറാമിനേക്കാൾ സാധ്യത കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ തവണയെല്ലാം BJP വലിയ സ്വാധീനം ചെലുത്തിയതാണ്. വലിയ മുന്നേറ്റം നടത്തിയ ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. ഈ ശ്രീധരനും ഷാഫിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയൊരു സ്ഥലമാണ്. എന്തായാലും BJPക്ക് കൃത്യമായ അടിത്തറ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയും പൊളിക്കുക, അതിന് കഴിയുന്ന സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ള വിഭാഗം പറയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. C കൃഷ്ണകുമാറിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. അങ്ങനെയാകുമ്പോൾ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരാളെ മുന്നോട്ട് വെക്കും. അത് തൽക്കാലം ഇപ്പോൾ പുറത്ത് പറയില്ല എന്നുള്ള രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള പേരുകളുണ്ട്. എന്തായാലും ശക്തമായ മത്സരം ഇവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ നിലവിൽ നഗരസഭയിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. പക്ഷേ 3 പഞ്ചായത്തിൽ എടുത്തു നോക്കിയാൽ കണ്ണാടി പഞ്ചായത്ത് മാത്രമാണ് LDF-നുള്ളത്. മറ്റ് 2 പഞ്ചായത്തിലും UDF-ന് സ്വാധീനമുണ്ട്. UDF-ന്റെ പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ CPM വോട്ടുകൾ നിർണായകമാവും. CPM-ന് കഴിഞ്ഞ തവണ പ്രമോദിനെ പോലുള്ള ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദാണ് മത്സരിച്ചത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല LDF-ന്റെ. അങ്ങനെ വരുമ്പോൾ അതേ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ ആയിരിക്കും LDF നിർത്തുന്നതെങ്കിൽ വലിയ തോതിൽ CPM-ൽ നിന്നുള്ള വോട്ട് ഒഴുക്കുണ്ടാവും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈസിയായി ജയിച്ചു കയറാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും പാലക്കാട് മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പിടിക്കും എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ UDF-ഉം അത്തരത്തിലൊരു മുന്നൊരുക്കത്തിലേക്ക് കടക്കുന്നു. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് മണ്ഡലത്തിൽ എത്തിക്കാനുള്ളൊരു നീക്കം, അതിന്റെ ഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തി പ്രചാരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പാലക്കാട് ഒപ്പം ചേലക്കര 2 ഉപതെരഞ്ഞെടുപ്പുകളും നിർണായകമാണ്. കോൺഗ്രസ് ഇത്തവണ കരുക്കൾ നീക്കുകയാണ്. പാലക്കാട് നിലനിർത്താനും ചേലക്കര പിടിച്ചു കയറാനും. അതാണ് നീക്കങ്ങൾ. നമ്മൾ ഇനി പോകുന്നത്